ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ് ഹായ് ടീം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ പെരുന്നാളിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു ഹോം വിസിറ്റുകൾ നമ്മുടെ എല്ലാ ടീമിൻ മെമ്പേഴ്സിൻ്റെ അടുത്തും വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ കുറേ മെമ്പേഴ്സ് ഉണ്ട്. സിദ്ദിഖ് സാർ നമ്മളെ കൂടെ ഉണ്ട്. സിദ്ദിഖ് സാറിന് എന്താണ് പറയാനുള്ളത്? ഇന്ന് വളരെ ഒരു വൈബുള്ളൊരു ദിവസം കേട്ടോ. കാരണം നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് അവിടെ ഇറങ്ങിയിട്ടുള്ള ഒരു വല്ലാത്തൊരു അനുഭൂതി കേട്ടോ. ഇതൊരു കൂട്ടായ്മ, എന്താണ് ഇതിൻ്റെ ഒരു സ്നേഹം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്രയും നല്ലൊരു എന്താണെന്നറിയില്ല, ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. അത് ഇത്രയും നല്ലൊരു എനർജി കിട്ടിയ ഒരു പ്രോഗ്രാം ഇല്ല. നമ്മളെ ടീമിനെ കാണുക, നമ്മളെ എല്ലാവരും ഒന്ന് കൂട്ടിപ്പിടിച്ച് നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ പെരുന്നാളിനൊക്കെ ഒരു ഇത് കൊടുക്കാന്നുള്ള ഭയങ്കര ഒരു എന്താ ഫീൽ, വല്ലാത്തൊരു ഫീൽ കിട്ടും, വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ്. ഓക്കെ, താങ്ക് യു സിദ്ദിഖ് സാർ. നമ്മുടെ മറ്റൊരു അതിഥി നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ മുഹമ്മദ് അലി സാറാണ്. മുഹമ്മദ് അലി സാറിന് എന്താ പറയാനുള്ളത്? പെരുന്നാൾ കഴിഞ്ഞ് പ്രഷറായിട്ട് ഒന്നാണ് പുറത്തിറങ്ങുന്നത്. ഇന്ന് എല്ലാവരും നമ്മളെ കുടുംബസമേതം, അതായത് മോഡിക്കാർ കുടുംബസമേതം ഇന്ന് നമ്മളൊരു നമ്മുടെ വീട്ടിൽ വന്ന് അവിടുത്തെ അവരെ ഇതുവരെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അവർക്കൊരു ഈ ബിസിനസ്സിൽ നല്ലൊരു താല്പര്യം പ്രചോദനം ഉള്ളതായിട്ട് അവരെ അത് ഏറ്റെടുത്ത് നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, മറ്റൊരു അതിഥി നമ്മളെ കൂടെ ഉണ്ട്, മുഹമ്മദ് സാറാണ്. മുഹമ്മദ് സാറിന് എന്താ പറയാനുള്ളത്? എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. നമ്മൾ സേതുസാറിന്റെ വീട്ടിൽ വന്നതാണ്. ഈ ഒരു വൈബ് എങ്ങനെയുണ്ട്? എല്ലാവരും കൂടി വന്നതും അത് വളരെ ഉഷാറാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മളല്ലേ? അതേപോലെ പിന്നെ മറ്റൊരു അതിഥി നമ്മുടെ ടീം ഗ്ലോബൽ കൊണ്ടോട്ടിയുടെ ഒരു കപ്പിത്താൻ നമ്മുടെ കൂടെ ഉണ്ട്, ജലീൽ സാർ. ജലീൽ സാറിന് എന്താണ്? ഗുഡ് മോർണിംഗ്. നല്ലൊരു ഒരു രീതിയാണ് നമ്മൾ ടീമായിട്ട് ഒരു ഏരിയയിലേക്ക് ഇറങ്ങുന്നത്. ആ ടീമായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ കൂടുതലുള്ള ആളുകൾക്കും നമ്മൾക്കും പഠിച്ചെടുക്കാൻ പറ്റും, ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മളെ ടീമങ്ങളൊക്കെ എടുത്ത് പോയി കാണുക, അവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അവർക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നതാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അവരുടെ സംശയങ്ങൾ ചോദിക്കാനൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അവരുടെ വീടുകളിൽ എന്തൊക്കെയാണ് ഈ മോദിക്കർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ റിസൾട്ടുകൾ, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവർ ആരൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനൊക്കെ ഇതിലൂടെ സാധ്യമാണ്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, താങ്ക് യു ജലീൽ സാർ. മറ്റൊരു അതിഥിയുണ്ട്, നമ്മുടെ അബൂബക്കർ സാറാണ്. അബൂബക്കർ സാർ. ഞങ്ങളെല്ലാവരും ഇവിടെ ഞങ്ങളെ സൈദലി സാറിൻ്റെ വീട്ടിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നോമ്പായപ്പോൾ ഒരു മാസം എല്ലാവരും ഒന്ന് ഉറങ്ങിക്കിടക്കാനും വീട്ടിലാരും പുറത്തിറങ്ങാതെ അധികം പുറത്തിറങ്ങി. എന്നാലും ഇപ്പോൾ ഒന്നും എനർജി ആവാൻ ഞങ്ങൾ ലീഡേഴ്സിൻ്റെ കൂടെ ലീഡേഴ്സിൻ്റെ കൂടെ മുഹമ്മദ് സാറിൻ്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നാൽ ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറായി. മൂപ്പരെ ഹോം ഷോപ്പിൽ കാണിച്ചു തരാൻ നമ്മൾ എങ്ങോട്ട് വന്നത് കാണാം. ഹോം ഷോപ്പിലാണ് സാധനങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക അല്ലേ? ഓക്കെ, ഞാൻ ഈ ഹോം ഷോപ്പി ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹോം ഷോപ്പിയുടെ അച്ചീവർ തന്നെ, അല്ലെങ്കിൽ ആ ഹോം ഷോപ്പി ചെയ്ത ആൾ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ ഇത്രയും പ്രോഡക്റ്റുകൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വാങ്ങി ഉപയോഗിക്കും. ഹോം ഷോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഹോം ഷോപ്പ് എപ്പോഴും ഫില്ലായിരിക്കണം. അതിൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം പറഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഫില്ലായി നിൽക്കുമ്പോൾ ആ വരുന്ന ആൾക്കാർക്ക് ഒരു എനർജി ഉണ്ടാവും അല്ലേ? ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് പൈസ അല്ലെങ്കിൽ കടമായിട്ടല്ലെങ്കിൽ ഞാൻ അതാണ് ഫില്ലാക്കുന്നതിനനുസരിച്ച് ഞാൻ വിൽക്കുന്നുണ്ട്. റീറ്റെയിൽ നല്ല നടക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് മൊബൈൽ സാറിനോട് ചോദിച്ചോ, നല്ല നടക്കുന്നുണ്ട്. പിന്നെ കുറെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ. ഇപ്പോൾ ഭാര്യയൊക്കെ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിരുന്നു. ഓരോന്ന് കഴിയുമ്പോൾ അത് വാങ്ങിക്കൊണ്ടുവരാൻ മോനെ ചെയ്യുന്നുണ്ട്. മറ്റോനിപ്പോൾ ഈ മറ്റേ എന്താ പനി ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടല്ലോ, എന്തെങ്കിലും അതല്ല ഗ്ലോയല്ലേ, വേറെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, പിന്നെ അതിൻ്റെ പേര് ഞാൻ മറന്നു. പനിയൊന്നും കൂടുതൽ വരില്ല എന്നൊക്കെ പറഞ്ഞല്ലേ അതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ അശ്വഗന്ധ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയല്ലേ ഇവനാ പേസ്റ്റ്. ഇവൻ ഒരു 1.5 മുതലാട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് നമ്മുടെ മോദിക്കാരുടെ എല്ലാ സാധനവും. വളരെ സാധനം അയൽവക്കത്തിലെ ആളുകളൊക്കെ വാങ്ങുന്നുണ്ടോ? ഉണ്ടേ. പെരുന്നാൾക്ക് എന്താ സോപ്പ് എത്ര വാങ്ങിയില്ല? മൊബൈൽ സാറിനോട് വെച്ചെങ്കിൽ 2 ഡസൻ സോപ്പ് വാങ്ങിയ ബാക്കിയെന്താ എല്ലാം നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഓക്കെ, താങ്ക് യു സൈദലി സാർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്, മസാല ഐറ്റംസ് ഒക്കെ ഉണ്ട്, കൃഷിയായിട്ട് ബന്ധപ്പെട്ടത്,
ജ്യൂസുകൾ, അതേപോലെ തന്നെ പിന്നെ ഒരുപാട് കാലി പ്രൊഡക്റ്റുകൾ ബോക്സ്. ഇവിടെ കാലി ബോക്സ്. അവൈലബിൾ ആണ്. കാലി ബോക്സ്. നമുക്ക് സാധനം കൊണ്ടുവരുന്ന ബോക്സുകളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു അതിഥി കൂടിയുണ്ട്, നമ്മുടെ നിസാർ സാർ ഇവിടെ ഉണ്ട്. സാർ എന്തോ ഒരു സാധനം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ചായ ആണ്, അതിൽ വേറെ എന്തോ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മുടി കയറുന്ന നെയ്യ് ഉപയോഗിച്ചിട്ടാണ്. എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം? ഇത് ഫാറ്റ് ബേൺ ചെയ്യാനും എനർജി കൂട്ടാനും ഏറ്റവും ബെസ്റ്റ് സാധനം. ഓക്കെ, എന്തായാലും എക്സ്പീരിയൻസ്, ഈ ഒരു യാത്രയുടെ ഒരു എന്താ എക്സ്പീരിയൻസ് പറയാ, അടിപൊളി. ഒറ്റ വാക്കിൽ പറയാനേ അത്ര പറയാനുള്ളൂ. പിന്നെ ഓരോ എക്സ്പീരിയൻസ് ഓരോ സ്ഥലത്ത് ചെന്ന് കയറുമ്പോൾ നമ്മളിങ്ങനെ കൂടിച്ചേരുന്ന ആ ഒരു അതന്നെയാണ് ശരിക്കുള്ള ഒരു എനർജി. ആ ഒരു എനർജി പുറമെ ഇപ്പം സെയ്തൽ സാറിൻ്റെ ഇവിടെയൊക്കെ വന്നിട്ട് നമ്മളിപ്പം ശരിക്കും ഇതേപോലത്തെ ഈ ഹോം ഷോപ്പിൽ പോലെ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം കൂടെയാണ്. അത് നമുക്ക് കാണാൻ പറ്റുക. അവരെ എക്സ്പീരിയൻസ് ശരിക്കും ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ അറിവുകൾ എന്തായാലും പുതിയത് എന്തായാലും ഓരോ യാത്രയിലും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പെരുന്നാളിൻ്റെ ഒരു കൂടിച്ചേരലും കൂടിയാണ്. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.